പാറു മക്കളെ എന്താട്ടാ? എന്റെ പൊന്നുമോളിങ് ഓടി വാ. ഓക്കെ പാറേ എന്തുവാ? മക്കളൊന്നും ഇതിനകത്ത് കയറുന്നേ. എന്തിന്? കേറല്ലേ അങ്ങോട്ട്, സമയമില്ല. കറക്റ്റ്, നമ്മുടെ അളവെടുപ്പ് തെറ്റു. അപ്പൊ പിന്നെ നീ ഒന്നൊന്ന് നില്ല അങ്ങോട്ട്, ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് വിരിച്ചു. ഓക്കെ സെറ്റ്. കറക്റ്റ് നിൽക്കണേ, അനങ്ങായിക്കണം. അനങ്ങായിട്ട് പിന്നെ എന്നോടൊന്നും പറയല്. മാറിക്കോ. കറക്റ്റ് ഷേപ്പ്. എന്തിനാട്ടാ ഇത്? നിനക്ക് കാണാൻ കണ്ണുകൾ, ശ്വാസം വിടാൻ മൂക്ക്, വർത്താനം പറയണ്ട. വേണ്ട, ക്യാൻസൽ. മക്കളെ ഇത്രയും മതിയല്ലോ കണ്ണല്ലേ, നോക്കിക്കോണേ. എന്തായാലും നിന്നെ നമ്മൾ ഷിപ്പിൽ കയറ്റിയാണല്ലോ വിടുന്നത്. ബോംബെയിൽ എത്തണ്ടേ മക്കളെ? ബ്യൂട്ടിഫുൾ. പറയേ പെട്ടി സെറ്റായ? പിന്നെ പെട്ടി സെറ്റായി, കണ്ട കണ്ണും സെറ്റായി, രസമുണ്ട്. മൂക്കും ബ്ലേഡ് ഒടിഞ്ഞു, കുഴപ്പമില്ല. ചേട്ടു വേണം അവസാനം ബ്ലേഡ് കൈ കയറിയിട്ട് നമ്മളെ പറയാം. പാറു മക്കളെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ നിന്റെ ഭാവി അച്ഛനമ്മ അങ്ങ് പറഞ്ഞേക്ക. ഓക്കെ പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ട്. ഓ ഇന്നിപ്പോ കൊറിയർ അയച്ച നാളത്തേക്ക് എത്തൂലേടാ? ഇന്ന് കൊറിയർ അയച്ചാലോ? സെറ്റാ. എനിക്ക് വയ്യ. ഇന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാല് നാളെ തന്നെ അങ്ങ് എത്തും. ഓക്കെ പാക്ക് ചെയ്ത്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പോയാ ഇങ്ങോട്ട് ചേച്ചി. ഇന്ന് കൊറിയർ അയച്ച് എങ്ങനെ പോയാലും നാളെ എത്തും. അഥവാ എത്തിയില്ലെങ്കിൽ ഒരു 2 മാസം ഹാൾട്ട് കാണും ഷിപ്പില്. വേണമെങ്കിൽ അതിനുവേണ്ടി ഒരു 2 കപ്പ് നൂഡിൽസ് വല്ലതും എടുത്ത് ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആണല്ലേ? പോന്നെനിക്കെല്ലാം കഴിച്ചോണ്ട് വിട്ട് അതും ഗീവ് അവേ. അതെ, ഇങ്ങോട്ട് നോക്ക്. അവിടെ ചെന്നാല് അവര് പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് അവിടെ നിന്നോണം. അമ്മൂമ്മ എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. അത് കുഴപ്പമില്ല. അവിടെ പോയി ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്ക് പച്ചവെള്ളം പോലെ ഹിന്ദി പഠിച്ചോളും. മക്കള് കേറ്. സമയമില്ല, കളിക്കല്ല. എന്റെ കൊച്ച, നിന്നെ കൊറിയർ ചെയ്തിട്ട് വേണം. മനുഷ്യരുടെ വേറെ പണിയുണ്ട്. അയ്യോ, ഞാനൊന്നും പറയത്തില്ല. അങ്ങനെ ഞാൻ വല്ലതും പറഞ്ഞാലേ എന്നെ അവര് ഈ പെട്ടിക്കകത്ത് കയറ്റി അയക്കും. ഫുള്ള് പാക്ക് ചെയ്യട്ടാ അങ്ങോട്ട്, എന്നിട്ട് കയറ്റി വെക്കട്ടാ മറ്റേ മമ്മി രൂപത്തില്. എന്റെ പൊന്നു മക്കളെ നല്ല പേനയാണ് കിട്ടിയേക്കണേ. നിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എടാ, ഒരു ചാൻസ് കൂടെ കൊടുക്കും. പറ്റില്ല. കൊടുക്കുമോളെ. ചാൻസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമ്മളാണെങ്കിൽ ഗീവയുടെ ഈ ഗിഫ്റ്റ് മേടിച്ചും പോയി. ശരി. ഇനിയിപ്പം അമ്മൂമ്മ പറഞ്ഞിട്ട് നമ്മൾ കേട്ടില്ല എന്ന് വേണ്ട, കാരണം നമ്മൾ കേൾക്കുന്ന പിള്ളേരാണല്ലോ. അതെ അതെ അതെ. പിന്നെ എവരി പേഴ്സൺ ഡിസേർവ്സ് എ സെക്കൻഡ് ചാൻസ്. ഓക്കെ, സെക്കൻഡ് ചാൻസ് ഒക്കെ കൊടുക്കാം. പക്ഷെ എവിടെ നമ്മൾ പറയണ കേക്കൂ. ചേച്ചി പറയുന്ന എല്ലാം ഞാൻ അനുസരിക്കാം. ഓഹോ, അപ്പൊ അതിന്റെ അർത്ഥം ചേട്ടൻ പറയുന്ന കേക്കൂലെന്ന്? ഞാൻ കേക്കാം. ക്ലിയർ ആയിട്ട് പറ. ചേച്ചി പറയുന്നതും ചേട്ടൻ പറയുന്ന എല്ലാവരും പറയുന്നതും ഞാൻ അനുസരിക്കാം. എല്ലാ ദിവസവും പഠിക്കാം. ഒരു കാര്യം ചെയ്യാൻ കേശു, അത്രയൊക്കെ പറയുന്ന സ്ഥിതിക്ക് നീയാ മുംബൈയിലെ വിഭൂതി ചേട്ടനെ വിളിച്ചിട്ട് പറ 2 ദിവസം കൂടെ നമ്മളിവിടെ നോക്കാം, എന്നിട്ട് അവള് സെറ്റ് ആയില്ലെങ്കിൽ പാർട്സ് ചെയ്യാന്ന് പറ. ശരി, നല്ലൊരു പേനയായിരുന്നു. എനിക്ക് ആഗ്രഹം കൊണ്ട് ഇവിടെ കൊടുക്കുന്നത്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അനിയത്തിയായി പോയില്ലേ. ഇനിയിപ്പോ അവള് അനുസരിക്കാന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇരിക്കട്ടെ.
അതെ എന്നാ മക്കൾ പോയി ബുക്ക് എടുത്തോണ്ട് വാ. ഇന്ന് തന്നെ പഠിക്കണോ? നാളെ പഠിച്ചാ പോയി. കേശോ നിങ്ങൾ എന്നെ കൊടുക്കൂലെന്ന് എനിക്കറിയാം.